ഫേക്ക് റിപ്പോർട്ട് കാർഡുകൾ വിറ്റുകൊണ്ടിരുന്ന ഒരാൾ വന്നിട്ട് തന്റെ രാജ്യത്തിന്റെ മുഴുവൻ കടവും ഞാൻ വീട്ടി തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദിസ് ഈസ് പാബ്ലോ എസ്കോബാർ. ചെറുപ്പത്തിലെ കളർ ഡോക്യുമെന്റ് ഉണ്ടാക്കലായിരുന്നു പണി. ടീനേജ് ആയപ്പോ വണ്ടി മോഷണം. ആൻഡ് ലേറ്റർ ബ്രോ ബിക്കേം എ ഡ്രഗ് സ്മഗ്ലർ. അതും ചില്ലറ ഡ്രഗ് ട്രാഫിക്കർ ആയിരുന്നില്ല. 420 മില്യൺ പെർ വീക്ക് ഇതിൽ നിന്നും നേടിയിരുന്നു. പാബ്ലോ വെയർ ഹൗസിൽ സൂക്ഷിച്ചിരുന്ന തന്റെ പണത്തിൽ നിന്നും ഏതാണ്ട് 1 ബില്യണോളം കൊല്ലത്തിൽ എലി നിന്ന് പോകുമായിരുന്നത്രേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇയാൾ ഭയങ്കര സൂപ്പർ ആണെന്നൊക്കെ തോന്നുമായിരിക്കും. എന്നാൽ ഇയാൾ ഒരു ക്രൂരനായിരുന്നു. ഏതാണ്ട് 4000-ലധികം ആളുകളെ പാബ്ലോ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനൊരു പരിഹാരമായിട്ട് തന്റെ രാജ്യത്തിന്റെ മുഴുവൻ കടവും താൻ തീർത്തു തരാം എന്ന ഒരു പരിഹാരവുമായിട്ട് പാബ്ലോ നിയമത്തിന് മുന്നിൽ വന്നു. ബട്ട് ദ കൊളംബിയൻ ഗവൺമെന്റ് ഡിഡിന്റ് അഗ്രി. അങ്ങനെ പാബ്ലോ കീഴടങ്ങാനായിട്ട് തീരുമാനിച്ചു. ബട്ട് ഒരു കണ്ടീഷൻ മാത്രം. പാബ്ലോ എസ്കോബാർ പണിയുന്ന തന്റെ സ്വന്തം ജയിലിലായിരിക്കും അയാൾ കഴിയാൻ പോകുന്നത്. ഇനി പാബ്ലോന്റെ ജയിലിലാണെങ്കിൽ നൈറ്റ് ക്ലബ്സും ടർഫും തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ ജയിലിൽ വെച്ച് തന്നെ പാബ്ലോ 2 കാർട്ടൽ മെമ്പേഴ്സിനെ കൊന്നു. അങ്ങനെ വീണ്ടും പോലീസ് പാബ്ലോന്റെ പിന്നാലെയായി. തുടർന്നുള്ള 1 കൊല്ലത്തെ ഓട്ടത്തിന് ശേഷം പാബ്ലോയെ കണ്ടുപിടിക്കുകയും വെടിവെച്ച്